Welcome all. In this video I am going to explain simple average method of material pricing. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ട LIFO മെത്തേഡിൽ നിന്നും FIFO മെത്തേഡിൽ നിന്നും entirely different ആണ് simple average method. ഇവിടെ നമ്മൾ മെറ്റീരിയൽസ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഇഷ്യൂ ചെയ്യുന്നത് simple average പ്രൈസിലാണ്. Simple average price is calculated by dividing the total of prices of materials in stock by the number of prices of that materials. Okay. നമ്മുടെ സ്റ്റോറിൽ മെറ്റീരിയൽസിന്റെ എത്ര ലോട്ട്സ് അവൈലബിൾ ആണോ അതിന്റെ പ്രൈസസിന്റെ ടോട്ടൽ നമ്മൾ എടുക്കുന്നു. ഓക്കെ, ആ ടോട്ടലിനെ നമ്പർ ഓഫ് പ്രൈസസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് സിമ്പിൾ ആവറേജ് പ്രൈസ്. ഈ പ്രൈസ് ആണ് മെറ്റീരിയൽസ് ഇഷ്യൂ ചെയ്യുമ്പോൾ നമ്മൾ സ്റ്റോർ സെർജറിൽ ഇഷ്യൂ സൈഡിൽ റേറ്റ് കോളത്തിൽ എൻ്റർ ചെയ്യുന്നത്. ഓക്കെ, താഴെ നിങ്ങളൊരു എക്സാമ്പിൾ കാണുന്നുണ്ടാവും. അതിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ സ്റ്റോറിൽ സെയിം മെറ്റീരിയലിന്റെ തന്നെ 3 ഡിഫറെൻറ്റ് ലോട്ട്സ് അവൈലബിൾ ആണ്. ഓക്കെ, 200 യൂണിറ്റ്സ് at the rate ₹6, 300 units at the rate ₹4 and 400 units at the rate ₹2. ഓക്കെ, അങ്ങനെ ഒരു പർട്ടിക്കുലർ ഡേയിൽ നമുക്ക് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് 500 യൂണിറ്റ്സ് ഇഷ്യൂ ചെയ്യണം. അപ്പോൾ നമ്മൾ ഈ 500 യൂണിറ്റ്സ് ഇഷ്യൂ ചെയ്യാൻ പോകുന്നത് ആ മെറ്റീരിയൽസിന്റെ സിമ്പിൾ ആവറേജ് പ്രൈസിലാണ്. സിമ്പിൾ ആവറേജ് പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന്റെ ഇക്വേഷൻ ഇതാണ്: ടോട്ടൽ ഓഫ് പ്രൈസസ് ഓഫ് മെറ്റീരിയൽസ് ഇൻ സ്റ്റോക്ക് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് പ്രൈസസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം നോക്കേണ്ടത് നമ്മളുടെ സ്റ്റോറിലിരിക്കുന്ന മെറ്റീരിയൽസിന്റെ ഇവിടെ 3 ഡിഫറെൻറ്റ് ലോട്ട്സ് ആണ്. അതിന്റെ പ്രൈസസിന്റെ ടോട്ടൽ എടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, ദാറ്റ് മീൻസ് 6 + 4 + 2. 6 എന്ന് പറയുന്നത് 200 യൂണിറ്റ്സിന്റെ റേറ്റ് ആണ്. 4 എന്ന് പറയുന്നത് 300 യൂണിറ്റ്സിന്റെ റേറ്റ്. അതുപോലെ തന്നെ 2 എന്ന് പറയുന്നത് 400 യൂണിറ്റ്സിന്റെ റേറ്റ് ആണ്. ഓക്കെ, നമ്മൾ ആ 3 പ്രൈസിന്റെ കൂടെ ടോട്ടൽ എടുക്കുന്നു. അതിനെ നമ്മൾ നമ്പർ ഓഫ് പ്രൈസസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ 3 ഡിഫറെൻറ്റ് ലോട്ട്സ് ആണ്. അതുകൊണ്ട് തന്നെ 3 പ്രൈസസ് നമുക്കുണ്ട്. അപ്പോൾ നമ്മൾ 3 കൊണ്ട് ആ ടോട്ടലിനെ ഡിവൈഡ് ചെയ്യുന്നു. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ 3 ലോട്ട്സിന്റെയും പ്രൈസസിന്റെ ടോട്ടൽ എടുത്തിട്ട് അതിന്റെ ആവറേജ് ആണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഹിയർ സിമ്പിൾ ആവറേജ് പ്രൈസ് ഈക്വൽ 6 + 4 + 2 ഡിവൈഡഡ് ബൈ 3 ഈക്വൽ ₹4 എന്ന് വരും. 4 ആണ് ഇവിടുത്തെ സിമ്പിൾ ആവറേജ് പ്രൈസ്. നമ്മൾ ഈ 500 യൂണിറ്റ്സ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഇഷ്യൂ ചെയ്യുമ്പോൾ ഇഷ്യൂ സൈഡിൽ ക്വാണ്ടിറ്റി കോളത്തിൽ 500 ആൻഡ് ദെൻ റേറ്റ് കോളത്തിൽ ഈ 4 ആണ് കാണിക്കുന്നത്. നമുക്ക് നേരെ ഒരു പ്രോബ്ലത്തിലേക്ക് പോകാം. അപ്പോൾ ഇതൊന്നുകൂടി ക്ലിയർ ആവും. The following transactions are related to a material. Prepare stores ledger under simple average method. ഒരു പർട്ടിക്കുലർ മെറ്റീരിയലിൻ്റെ ജാനുവരി 1 to ജാനുവരി 8 വരെയുള്ള റിസീവ്സ് ആൻഡ് ഇഷ്യൂ ട്രാൻസാക്ഷൻസ് ആണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. നമ്മളോട് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് സ്റ്റോഴ്സ് ലെഡ്ജർ ആണ് അണ്ടർ സിമ്പിൾ ആവറേജ് മെത്തഡ്. ഓക്കെ, ഫസ്റ്റ് ട്രാൻസാക്ഷൻ ഈസ് ഓൺ ജാനുവരി 1 പർച്ചേസ് 300 യൂണിറ്റ്സ് at the rate ₹3, and then on 2nd January purchase 600 units at the rate ₹4. On 3rd January issued 500 units, and on 4th purchased 700 units at the rate ₹4, and then on 5th issued 800 units, and then on 6th purchased 300 units at the rate ₹5, and on 8th issued 100 units. Okay, ഇത്രയും ട്രാൻസാക്ഷൻസ് ആണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. ഫസ്റ്റ് ട്രാൻസാക്ഷൻ ഈസ് ഓൺ ജാനുവരി 1 പർച്ചേസ് 300 യൂണിറ്റ്സ് at the rate ₹3. ഓക്കെ, നമ്മുടെ സ്റ്റോറിലേക്ക് 300 യൂണിറ്റ്സ് നമ്മൾ റിസീവ് ചെയ്തിരിക്കുകയാണ്. സോ നമ്മളത് റിസീവ് സൈറ്റിലാണ് കാണിക്കുന്നത്. ഓക്കെ, നമുക്ക് ആദ്യം ഡേറ്റ് എടുത്തെഴുതാം. ജാനുവരി 1 ക്വാണ്ടിറ്റി 300 യൂണിറ്റ്സ്, റേറ്റ് ₹3, എമൗണ്ട് 300 × 3 900. നമുക്ക് അന്നത്തെ ക്ലോസിംഗ് ബാലൻസ് എഴുതാം. ക്വാണ്ടിറ്റി 300, റേറ്റ് 3 ആൻഡ് ദി എമൗണ്ട് 900. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് അടുത്ത ട്രാൻസാക്ഷനിലേക്ക് പോകാം. ഓൺ ജാനുവരി 2 പർച്ചേസ് 600 യൂണിറ്റ്സ് at the rate ₹4. നമുക്ക് ആദ്യം ഡേറ്റ് എടുത്തെഴുതാം. ജാനുവരി 2 600 യൂണിറ്റ്സ് at the rate ₹4, എമൗണ്ട് 2400. നമുക്കിനി ക്ലോസിംഗ് ബാലൻസ് എഴുതാം. വന്നിട്ട് നമ്മൾ ലിഫോ മെത്തേഡിൽ നിന്നും ഫിഫോ മെത്തേഡിൽ നിന്നും എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് സിമ്പിൾ ആവറേജ് മെത്തേഡ്. ഓക്കെ, ഇവിടെ നമ്മൾ ലിഫോയിലും ഫിഫോയിലും നമ്മൾ ഓൾറെഡി ഉണ്ടായിരുന്ന സ്റ്റോക്ക് നമ്മൾ ബ്രോ ഡൗൺ ചെയ്യുമായിരുന്നു. ഇവിടെ നമ്മൾ അങ്ങനെ ചെയ്യുന്നില്ല. ഇവിടെ നമ്മൾ ചെയ്യുന്ന കാര്യം ഓൾറെഡി ഉള്ള സ്റ്റോക്കുമായിട്ട് പുതിയ പർച്ചേസിനെ അല്ലെങ്കിൽ പുതിയ റെസിപ്റ്റിനെ കമ്പൈൻ ചെയ്ത് എഴുതുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതായത് 600 നമ്മൾ ജാനുവരി 2 റിസീവ് ചെയ്തു. ഓൾറെഡി നമ്മളുടെ സ്റ്റോറിൽ 300 ഉണ്ട്. 600 + 300 900 യൂണിറ്റ്സ്. 900 വരുന്ന ഇങ്ങനെയാണ്: 600 ജാനുവരി 2 റിസീവ് ചെയ്ത 600 പ്ലസ് ഓൾറെഡി നമ്മളുടെ സ്റ്റോറിൽ ഉണ്ടായിരുന്ന 300. അങ്ങനെ 600 + 300 900 യൂണിറ്റ്സ്. ആൻഡ് ദെൻ ഇവിടെ നമ്മൾ റേറ്റ് നമ്മൾ ഇനി കാണിക്കില്ല. റേറ്റ് കോളം ഇവിടെ ഇറലവൻ്റ് ആണ്. ഓക്കെ, ലിഫോ മെത്തേഡിൽ നിന്നും ഫിഫോ മെത്തേഡിൽ നിന്നും എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ട് നമ്മളുടെ ഇനി റേറ്റ് കോളത്തിൽ നമ്മൾ അവിടെ ഒന്നും തന്നെ കാണിക്കുന്നില്ല. ദെൻ എമൗണ്ട് കോളം നോക്കാം. ഓൾറെഡി 900 റുപ്പീസിൻ്റെ സ്റ്റോക്കായിരുന്നു ഉണ്ടായിരുന്നത്. അതിൻ്റെ കൂടെ 2400 കൂടി. ഓക്കെ, 900 + 2400 എമൗണ്ട് 3300. നെക്സ്റ്റ് ട്രാൻസാക്ഷൻ ഈസ് ഓൺ ജാനുവരി 3 ഇഷ്യൂഡ് 500 യൂണിറ്റ്സ്. നമുക്ക് ജാനുവരി 3 500 യൂണിറ്റ്സ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഇഷ്യൂ ചെയ്യണം. നമ്മുടെ സ്റ്റോറിൽ ഓൾറെഡി 900 യൂണിറ്റ്സ് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്കാദ്യം ഡേറ്റ് എടുത്തെഴുതാം. ജാനുവരി 3 ക്വാണ്ടിറ്റി കോളത്തിൽ
500 യൂണിറ്റ്സ് ആൻഡ് ദെൻ റേറ്റ് ആണ് നമുക്ക് ഇപ്പോൾ അറിയാൻ വയ്യാത്തൊരു കാര്യം. ഓക്കെ, ഇവിടെയാണ് നമ്മുടെ മെത്തേഡിൻ്റെ ആപ്ലിക്കേഷൻ വരുന്നത്. നമ്മുടെ മെത്തേഡ് എന്ന് പറയുന്നത് സിമ്പിൾ ആവറേജ് മെത്തേഡാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ സ്റ്റോറിൽ എത്ര ക്വാണ്ടിറ്റി ഉണ്ടോ, ഇവിടെ ഇപ്പോൾ 900 യൂണിറ്റ്സിൻ്റെ ക്വാണ്ടിറ്റിയാണ് നമുക്ക് സ്റ്റോറിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അതിൽ ഏതൊക്കെ ലോട്ട് ഇൻക്ലൂഡഡ് ആയിട്ടുണ്ടെന്ന് നോക്കുക. ഓക്കെ, ഈ 900 യൂണിറ്റ്സ് എന്ന് പറയുന്നത് 300 യൂണിറ്റ്സ് പ്ലസ് 600 യൂണിറ്റ്സ് ഇല്ലേ. ജാനുവരി 1 നമ്മൾ റിസീവ് ചെയ്ത 300 യൂണിറ്റ്സും ജാനുവരി 2 നമ്മൾ റിസീവ് ചെയ്ത 600 യൂണിറ്റ്സും കൂടി ചേരുന്നതാണ്, കമ്പൈൻ ചെയ്യുന്നതാണ് ഈ 900 യൂണിറ്റ്സ് എന്ന് പറയുന്നത്. സോ അപ്പോൾ നമ്മൾ സിമ്പിൾ ആവറേജ് മെത്തേഡിൽ ഇഷ്യൂ പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. നമ്മുടെ സ്റ്റോറിൽ ഉള്ള ബാലൻസ് ക്വാണ്ടിറ്റിയിൽ ഏതൊക്കെ പ്രൈസസിന്റെ ലോട്ട്സ് ഇൻക്ലൂഡഡ് ആണോ. ഇപ്പോൾ ഇവിടെ 300 യൂണിറ്റ്സിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 3 റുപ്പീസും 600 യൂണിറ്റ്സിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 4 റുപ്പീസുമാണ്. അതിന്റെ ആ പ്രൈസസിന്റെ ആവറേജ് എടുക്കുക. അങ്ങനെയാണ് നമ്മൾ ഇവിടെ ഇഷ്യൂ പ്രൈസ് ഡിറ്റർമിൻ ചെയ്യുന്നത്. അതായത് ഇങ്ങനെ വരും: ഇഷ്യൂ റേറ്റ് ഓൺ 3rd ജാനുവരി. 3rd ജാനുവരിയിലാണ് നമുക്ക് ഇഷ്യൂ ചെയ്യേണ്ടത്. അന്നത്തെ ഇഷ്യൂ പ്രൈസ് നമ്മൾ ഇങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്: 3 + 4, അതായത് നമ്മുടെ 900 യൂണിറ്റ്സ് എന്ന് പറയുന്നത് 300 യൂണിറ്റ്സ് അറ്റ് ദ റേറ്റ് ₹3 പ്ലസ് 600 യൂണിറ്റ്സ് അറ്റ് ദ റേറ്റ് ₹4. ഓക്കെ, അപ്പോൾ അതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 3 + 4 അതിൻ്റെ ആവറേജ് ഡിവൈഡഡ് ബൈ 2 ഓക്കെ ഈക്വൽ 3.5 എന്ന് വരും. അപ്പോൾ നമ്മൾ റേറ്റ് കോളത്തിൽ 3.5 എമൗണ്ട് 1750. ഇനി നമുക്ക് ബാലൻസ് കോളത്തിലേക്ക് പോകാം. ബാലൻസ് കോളത്തിൽ എഴുതുമ്പോൾ ഓൾറെഡി 900 യൂണിറ്റ്സ് ഉണ്ടായിരുന്നു. അതിൽ നമ്മൾ 500 യൂണിറ്റ്സ് ഇഷ്യൂ ചെയ്തു. ബാലൻസ് 400. റേറ്റ് കോളം നമ്മൾ ഇവിടെ വേക്കൻ്റ് ആയിട്ടാണ് ഇടുന്നത്. നെക്സ്റ്റ് 3300 റുപ്പീസിൻ്റെ സ്റ്റോക്ക് ഉണ്ടായിരുന്നു. അതിൽ നിന്ന് 1750 റുപ്പീസിൻ്റെ സ്റ്റോക്ക് പോയി. ഓക്കെ, അപ്പോൾ ബാലൻസ് 1550. ഓക്കെ, നെക്സ്റ്റ് ട്രാൻസാക്ഷൻ ഈസ് ഓൺ January 4th. പർച്ചേസ് 700 യൂണിറ്റ്സ് അറ്റ് ദ റേറ്റ് ₹4. നമ്മുടെ സ്റ്റോറിലേക്ക് നമ്മൾ മെറ്റീരിയൽ റിസീവ് ചെയ്തിരിക്കുകയാണ്. റിസീപ്റ്റ് സൈഡിൽ വേണം കാണിക്കാൻ. ഓക്കെ, ആദ്യം നമുക്ക് ഡേറ്റ് എടുത്തെഴുതാം. January 4th 700 യൂണിറ്റ്സ് ആണ്. ക്വാണ്ടിറ്റി കോളത്തിൽ 700 അറ്റ് ദ റേറ്റ് ₹4, എമൗണ്ട് 2800. നമുക്കിനി ബാലൻസ് കോളത്തിലേക്ക് പോകാം. ഓൾറെഡി അവിടെ 400 ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ നമ്മൾ ഈ 700നെ കൂടി കമ്പൈൻ ചെയ്യുന്നു. 400 പ്ലസ് 700 1100. റേറ്റ് കോളം നമ്മൾ എഴുതില്ല. ഓൾറെഡി അവിടെ 1550 റുപ്പീസിൻ്റെ സ്റ്റോക്ക് ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ പ്ലസ് 2800. ഓക്കെ, അങ്ങനെ എമൗണ്ട് 4350. നമുക്ക് നെക്സ്റ്റ് ട്രാൻസാക്ഷനിലേക്ക് പോകാം. ഇറ്റ് ഈസ് ഓൺ January 5th ഇഷ്യൂഡ് 800 യൂണിറ്റ്സ്. നമുക്ക് ആദ്യം ഡേറ്റ് എടുത്തെഴുതാം. January 5th 800 യൂണിറ്റ്സ് ആണ് നമുക്ക് ഇഷ്യൂ ചെയ്യേണ്ടത്. നമ്മുടെ സ്റ്റോറിൽ 1100 യൂണിറ്റ്സ് അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ ക്വാണ്ടിറ്റി കോളത്തിൽ 800 ദെൻ റേറ്റ്. നമ്മളുടെ മെത്തേഡ് എന്ന് പറയുന്നത് സിമ്പിൾ ആവറേജ് മെത്തേഡ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കേണ്ടത് ഈ 1100 എന്ന് പറയുന്നത് ഏതൊക്കെ ലോട്ട്സ് ഇൻക്ലൂഡഡ് ആയതാണ് ഈ 1100 എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ആദ്യം നമ്മളുടെ സ്റ്റോറിൽ 3000 യൂണിറ്റ് അറ്റ് റേറ്റ് ₹3 ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ 600 യൂണിറ്റ്സ് അറ്റ് റേറ്റ് ₹4 ഉണ്ടായിരുന്നു. അങ്ങനെ 900 യൂണിറ്റ്സ് നമുക്ക് അവൈലബിൾ ആയിരുന്നു. അതിൽ നിന്നാണ് നമ്മൾ 500 യൂണിറ്റ്സ് ഇഷ്യൂ ചെയ്തത്. അപ്പോൾ നമ്മൾ അസ്യൂം ചെയ്യുന്ന ഒരു കാര്യം ഇതാണ്: ഈ 300 യൂണിറ്റ്സ് എന്ന് പറയുന്ന ഈ ഒരു ക്വാണ്ടിറ്റി നമ്മളുടെ സ്റ്റോറിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് എക്സോസ്റ്റഡ് ആയി. ദാറ്റ് മീൻസ് ഈ 500 ഇഷ്യൂ ചെയ്തപ്പോഴത്തേക്ക് ഈ 300 യൂണിറ്റ്സ് നമ്മൾ ഫുള്ളായിട്ട് ആദ്യം തന്നെ ഇഷ്യൂ ചെയ്തു. ബാലൻസ് ആണ് നമ്മൾ ഈ 600 യൂണിറ്റ്സിൽ നിന്ന് എടുത്തത്. സോ ഈ 300 യൂണിറ്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റോറിൽ ഇനിയും അവൈലബിൾ അല്ല. സോ നോർമലി ഈ 1100 എന്ന് പറയുമ്പോൾ അതിൽ ഇൻക്ലൂഡഡ് ആകാൻ ചാൻസ് ഉള്ളത് ഈ 600 യൂണിറ്റ്സ് അറ്റ് റേറ്റ് ₹4 ആൻഡ് 700 യൂണിറ്റ്സ് അറ്റ് റേറ്റ് ₹4 ക്വാണ്ടിറ്റീസ് ആണ്. സോ നമുക്കിനിയും ഇഷ്യൂ പ്രൈസ് ഡിറ്റർമിൻ ചെയ്യാം. ഇഷ്യൂ റേറ്റ് ഓൺ 5th ജാനുവരി ഈക്വൽ 4 + 4 അതിൻ്റെ ആവറേജ് ഡിവൈഡ് ബൈ 2 ഈക്വൽ 4 എന്ന് വരും. ഓക്കെ, എങ്ങനെയാണ് ഈ 4 + 4 വരുന്നത്? 600 യൂണിറ്റ്സിൻ്റെ റേറ്റ് 4 ആൻഡ് 700 യൂണിറ്റ്സിൻ്റെ റേറ്റ് 4. 4 + 4 ഡിവൈഡഡ് ബൈ 2 ഈക്വൽ 4. റേറ്റ് കോളത്തിൽ 4, എമൗണ്ട് 3200. ഇനി നമുക്ക് ബാലൻസ് കോളത്തിലേക്ക് പോകാം. 1100 യൂണിറ്റ്സ് ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. അതിൽ നിന്ന് നമ്മൾ 800 യൂണിറ്റ്സ് ഇഷ്യൂ ചെയ്തു. ബാലൻസ് 300. റേറ്റ് കോളത്തിൽ നമ്മൾ ഒന്നും എഴുതുന്നില്ല. നെക്സ്റ്റ് 4350 റുപ്പീസിൻ്റെ സ്റ്റോക്ക് ഉണ്ടായിരുന്നു. അതിൽ നിന്ന് 3200 നമ്മൾ ഇഷ്യൂ പോയി കഴിഞ്ഞു. ബാലൻസ് 1150. നമുക്കിനി അടുത്ത ട്രാൻസാക്ഷനിലേക്ക് പോകാം. ഓൺ January 6th പർച്ചേസ് 300 യൂണിറ്റ്സ് അറ്റ് റേറ്റ് ₹5. പർച്ചേസ് ആണ്. നമ്മുടെ സ്റ്റോറിലേക്ക് നമ്മൾ മെറ്റീരിയൽസ് റിസീവ് ചെയ്തിരിക്കുകയാണ്. സോ നമ്മൾ റിസീവ് സൈഡിലാണ് നമ്മൾ കാണിക്കുന്നത്. ഓക്കെ, നമുക്ക് ആദ്യം ഡേറ്റ് എടുത്തെഴുതാം. January 6th 300 യൂണിറ്റ്സ് അറ്റ് റേറ്റ് ₹5, എമൗണ്ട് 1500. നമുക്കിനി ക്ലോസിംഗ് ബാലൻസിലേക്ക് പോകാം. ഓൾറെഡി 300 യൂണിറ്റ്സ് ആണ് നമുക്ക് അവിടെ ഉള്ളത്. അതിൻ്റെ കൂടെ
ഇപ്പോൾ ജാനുവരി 6 നമ്മൾ റിസീവ് ചെയ്ത് 300 കൂടി. ഓക്കെ, അപ്പോൾ എമൗണ്ട് എന്ന് പറയുമ്പോൾ 600. അതുപോലെ തന്നെ 1150 റുപ്പീസിൻ്റെ സ്റ്റോക്ക് ആയിരുന്നു പ്ലസ് 1500. ഓക്കെ, എമൗണ്ട് 2650. നമുക്കിനി അടുത്ത ട്രാൻസാക്ഷനിലേക്ക് പോകാം. ഇറ്റ് ഈസ് ഓൺ ജാനുവരി 8 ഇഷ്യൂഡ് 100 യൂണിറ്റ്സ്. ഓക്കെ, ഇഷ്യൂ ആണ്. നമ്മളുടെ സ്റ്റോറിൽ ഓൾറെഡി ഇപ്പോൾ തന്നെ നമുക്ക് 600 യൂണിറ്റ്സ് അവൈലബിൾ ആണ്. ഓക്കെ, ആദ്യം നമുക്ക് ഡേറ്റ് എടുത്ത് എഴുതാം. ജാനുവരി 8 നമുക്ക് ഇഷ്യൂ ചെയ്യേണ്ടത് 100 യൂണിറ്റ്സ് ആണ്. ഇനി നെക്സ്റ്റ് നമ്മൾ ഡിറ്റർമിൻ ചെയ്യേണ്ടത് നമ്മളുടെ ഇഷ്യൂ റേറ്റ് ആണ്. നമ്മളുടെ മെത്തേഡ് എന്ന് പറയുന്നത് സിമ്പിൾ ആവറേജ് മെത്തേഡ് ആണ്. അപ്പം നമ്മൾ നോക്കേണ്ടത് നമ്മളുടെ സ്റ്റോറിൽ അവൈലബിൾ ആയിട്ടുള്ള 600 യൂണിറ്റ്സിൽ ഏതൊക്കെ ലോട്ട്സ്, ഏതൊക്കെ പ്രൈസസിൻ്റെ ഏതൊക്കെ ലോട്ട്സ് അവൈലബിൾ ആണോ ആ പ്രൈസസിൻ്റെ ആവറേജ് എടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പം നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ 300 യൂണിറ്റ്സ് നമ്മൾ തൊട്ട് മുമ്പ് തന്നെ പറഞ്ഞായിരുന്നു. ആദ്യം തന്നെ നമ്മളുടെ സ്റ്റോറിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് ഇഷ്യൂ ചെയ്ത് പോയതാണ്, എക്സോസ്റ്റഡ് ആയതാണ്. പിന്നെ ഉണ്ടായിരുന്ന 600 യൂണിറ്റ്സ് at the rate ₹4. നമ്മളിവിടെ 800 യൂണിറ്റ്സ് ജാനുവരി 5 ഇഷ്യൂ ചെയ്തു. ഇഷ്യൂ ചെയ്തപ്പോൾ അപ്പം നമ്മൾ അസ്യൂം ചെയ്യുന്നു ഈ യൂണിറ്റും, അതായത് ഈ ക്വാണ്ടിറ്റിയും 600 യൂണിറ്റ്സ് ക്വാണ്ടിറ്റി നമ്മളുടെ സ്റ്റോറിൽ നിന്ന് നമ്മൾ ഫുള്ളായിട്ട് ഇഷ്യൂ ചെയ്ത് തീർത്തു. അതായത് എക്സോസ്റ്റഡ് ആയി നമ്മളുടെ സ്റ്റോറിൽ ഇനി ഒരു ക്വാണ്ടിറ്റി ഇല്ല. ഓക്കെ, പിന്നെ ഉണ്ടായിരുന്നത് ജാനുവരി 4 വന്ന 700 യൂണിറ്റ്സ് ക്വാണ്ടിറ്റിയാണ് at the rate ₹4. ആൻഡ് ജാനുവരി 6 നമ്മൾ റിസീവ് ചെയ്ത 300 യൂണിറ്റ്സ് at the rate ₹5. സോ നമ്മൾ ഇവിടെ ഇഷ്യൂ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇഷ്യൂ റേറ്റ് ഓൺ 8 ജാനുവരി ഈക്വൽ ഇഷ്യൂ റേറ്റ് ഓൺ 8 ജാനുവരി ഈക്വൽ 4 + 5 അതിൻ്റെ ആവറേജ് ഡിവൈഡ് ബൈ 2 ഈക്വൽ 4.5. ഇത് ഈ 4 + 5 എന്ന് പറയുന്നത് ഇതാണ്. 700 യൂണിറ്റ്സ് at the rate ₹4. ഈ 4 + 300 യൂണിറ്റ്സ് at the rate ₹5. 4 + 5 ഡിവൈഡഡ് ബൈ 2 ചെയ്യുമ്പോൾ നമുക്ക് 4.5 കിട്ടും. സോ ഇതാണ് നമ്മളുടെ ഇഷ്യൂ റേറ്റ് എന്ന് പറയുന്നത്. നമുക്ക് ഇഷ്യൂ റേറ്റ് കോളത്തിൽ എഴുതാം 4.5. എമൗണ്ട് ഈസ് 450. നെക്സ്റ്റ് നമുക്ക് ബാലൻസിൽ 600 യൂണിറ്റ്സിൻ്റെ ക്വാണ്ടിറ്റി അവൈലബിൾ ആയിരുന്നു. അതിൽ നമ്മൾ 100 യൂണിറ്റ്സ് ഇഷ്യൂ ചെയ്തു. ബാലൻസ് 500 ആൻഡ് 2650 റുപ്പീസിൻ്റെ സ്റ്റോക്ക് അവൈലബിൾ ആയിരുന്നു. മൈനസ് 450 നമ്മൾ ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞു. ബാലൻസ് 2200. ഇങ്ങനെയാണ് നമ്മൾ സിമ്പിൾ ആവറേജ് മെത്തേഡിൽ ഇഷ്യൂ പ്രൈസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്.